إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قالوا لم نكن من المصلين ولم نكن نطعم المسكين وكنا نخوض مع الخائضين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തി ആദ്യമായി നിർമ്മിച്ച പള്ളിയായിരുന്നു മസ്ജിദ് ഖുബ. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് വുളൂവെടുത്ത് നടന്നുകൊണ്ട് ആ പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അവരുടെ ഇമാമായിരുന്നു പ്രസിദ്ധനായ കുൽസൂം ബിൻ ഹിദം റളിയല്ലാഹു അൻഹു. അദ്ദേഹം എപ്പോൾ ഇമാം നിൽക്കുമ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ റക്അത്തുകളിലും ഓതാറുണ്ടായിരുന്നു. സ്വഹാബികളിൽ ചിലർ അദ്ദേഹത്തോട് കാരണം അന്വേഷിച്ചു. ഒന്നുകിൽ താങ്കൾ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം ഓതുക, അല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് അല്ലാത്ത മറ്റൊരു സൂറത്ത് പാരായണം ചെയ്യുക. എന്തിനാണ് മറ്റു സൂറത്തുകൾ ഓതുന്നുണ്ടെങ്കിലും എല്ലാ റക്അത്തുകളിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഇങ്ങനെയാണ് പതിവാക്കുക, നിങ്ങൾക്കതിന് മനസ്സില്ലെങ്കിൽ എന്നെ ഇമാമത്ത് സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നാണ് ആ സ്വഹാബി വര്യൻ പ്രതികരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഖുബായിൽ എത്തിയ സന്ദർഭത്തിൽ സ്വഹാബികൾ ഈ കാര്യം പറയുകയാണ്. തിരുദൂതർ കുൽസൂം ബിൻ ഹിദം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട്, അങ്ങ് എന്താണ് എല്ലാ റക്അത്തുകളിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉഹിബ്ബുഹാ, ഞാൻ ആ സൂറത്തിന് അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്, സൂറത്തുൽ ഇഖ്ലാസിനോട് എനിക്ക് ഏറെ പ്രിയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം കൊണ്ട് മാത്രം
അള്ളാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. നിനക്ക് സ്വർഗത്തിൽ പോകാനുള്ളൊരു മുതൽക്കൂട്ടാണ് ആ സൂറത്തിനോടുള്ള ഇഷ്ടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ 112-ാം അധ്യായമായ സൂറത്തുൽ ഇഖ്ലാസ് വെറും 4 ചെറിയ ആയത്തുകൾ മാത്രം അടങ്ങുന്ന മക്കിയായ ഒരു സൂറത്താണ്. ആ സൂറത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് അലാ ഖില്ലത്തി ഹുറൂഫിഹാ അളീമത്തുൽ മആനി. സൂറത്തുൽ ഇഖ്ലാസ് ചെറിയ ചെറിയ ഏതാനും കുറഞ്ഞ അക്ഷരങ്ങൾ മാത്രമാണുള്ളതെങ്കിലും വലിയ ആശയങ്ങളാണ് ആ സൂറത്തിലുള്ളത്. വലം യരിദ് ഫീ ഫളി സൂറത്തിൻ മിൻ സൂവരിൽ ഖുർആനി മാ വറദ ഫീ ഫളിഹാ. സൂറത്തുൽ ഇഖ്ലാസിനെ പോലെ ഫള് പറയുന്ന ഒരു ഫളും മറ്റൊരു സൂറത്തിനെ കുറിച്ചും വന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ. ആ സൂറത്ത് ഖുർആനിൻ്റെ 1/3 തുല്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, 2 നിലക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 1/3 തുല്യമാണ്. ഒന്ന്, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഖുർആനിൽ 30 ജുസുകളാണുള്ളതെങ്കിൽ 10 ജുസ് ഓതിയ കൂലി അതിന് ലഭിക്കും. സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ പാരായണം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തതിൻ്റെ കൂലി കിട്ടും. അതാണ് ഒന്ന് എങ്കിൽ. രണ്ടാമത്തേത്, ഖുർആനിൽ പറയുന്ന മൊത്തം ആശയങ്ങളെ 3 തിരിച്ചാൽ തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് എന്നീ 3 ഭാഗങ്ങളാണുള്ളത്. അതിൽ 1/3 അഥവാ തൗഹീദ് എന്ന ഭാഗം മുഴുവനായും ആ 4 ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ്. സഹോദരങ്ങളെ, എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നിങ്ങൾക്ക് ദിവസവും ഖുർആൻ മുഴുവൻ ഓതാൻ കഴിയുന്ന വിധത്തിൽ ഇഖ്ലാസിനെ നിങ്ങൾ പരിഗണിക്കുക. സ്വഹാബികളോട് ചോദിച്ചു, അയഅജിസു അഹദുക്കും അയ്യഖറഅ സുലുസൽ ഖുർആനി ഫീ ലൈല. ഖുർആനിൽ അതിൻ്റെ 1/3 ഒരു രാത്രിയിൽ ഓതാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർക്കതൊരു പ്രയാസമായി തോന്നി. എങ്ങനെ കഴിയുമെന്നവർ ചിന്തിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യുക. സഹോദരങ്ങളെ, എത്രയോ ഹദീസുകൾ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഫള് പറയുന്ന ഹദീസുകളായി നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾക്ക് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ അതിലൂടെ പിശാചിൽ നിന്ന് കാവൽ ലഭിക്കുന്നുണ്ട്. ഓരോ നമസ്കാര ശേഷവും വ്യത്യസ്ത സൂറത്തുകൾ ഓതാൻ പഠിപ്പിച്ച പ്രവാചകൻ പഠിപ്പിച്ച കൂട്ടത്തിൽ ഒന്ന് സൂറത്തുൽ ഇഖ്ലാസ് ആയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ സമയമായപ്പോൾ സ്വഹാബികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, കുൽ, നിങ്ങൾ പറയുക. അവർ ഒന്നും പറഞ്ഞില്ല. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, സ്വഹാബിയെ അടുത്ത് വിളിച്ച്, നീ പറയൂ. അദ്ദേഹം ഒന്നും പറയുന്നില്ല. വീണ്ടും പറഞ്ഞു, പറയൂ. അദ്ദേഹം ചോദിച്ചു, എന്താണ് പറയേണ്ടത്? റസൂലുള്ള പറഞ്ഞു, കുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് നീ പറയൂ. അല്ലാഹു സമദ് എന്ന് നീ പറയൂ. ലം യലിദ് വലം യൂലദ് എന്ന് നീ പറയൂ. വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് നീ പറയൂ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്തിരുന്ന സൂറത്തുകളിൽ സൂറത്തുൽ ഇഖ്ലാസുമുണ്ട്. ചില പ്രത്യേക നമസ്കാരങ്ങളിൽ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ എന്ന് പഠിപ്പിച്ച സൂറത്തിൻ്റെ ആദ്യ റക്അത്തിൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ ഇഖ്ലാസുമായിരുന്നു ഓതിയിരുന്നത് എന്നറിയുന്നവരാണല്ലോ ഞാനും നിങ്ങളും. കഅബ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ തവാഫിൻ്റെ 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസുമാണ് ഓതിയിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിത്റിൻ്റെ ഏറ്റവും അവസാനത്തെ 2 റക്അത്തിൽ പ്രവാചകൻ അൽ കാഫിറൂനും അൽ ഇഖ്ലാസുമാണ് പാരായണം ചെയ്തിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഈ സൂറത്തിന് ഇത്ര പവിത്രത? അതിലെ ആശയങ്ങൾ അത്രയും വിശാലമാണ് എന്നതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ സൂറത്തിൻ്റെ ആദ്യ ആയത്തിൽ തന്നെ തൗഹീദിൻ്റെ ഉറച്ച പ്രഖ്യാപനമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, കുൽ നബിയെ അങ്ങ് പറയുക, ഹുവല്ലാഹു അഹദ്,
അള്ളാഹു അവൻ ഏകനാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല ഒന്നാമത്തെ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതായത് ഹുവൽ വാഹിദുൽ അഹദ് അല്ലദീ ലാ നദീറ ലഹു വലാ വസീറ വലാ നദീറ വലാ ശബീഹ്. പങ്കാളിയോ സഹായിയോ തുല്യനോ സദൃശനോ പകരക്കാരനോ ഇല്ലാത്ത വിധം ഒറ്റയാനും ഏകനുമാണ് അള്ളാഹു എന്ന പ്രഖ്യാപനമാണ് കുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു സമദ്, ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്ത, എല്ലാവർക്കും ആശ്രയം ആവശ്യമായി വരുന്ന നിരാശ്രയനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സമദ്. തുടർന്ന് പറയുന്നത് എന്താണ് സഹോദരങ്ങളെ? ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലം യൂലദ്. അവൻ ജന്മം നൽകിയിട്ടില്ല, അവൻ ജനിച്ചിട്ടുമില്ല, അവൻ പിതാവായിട്ടില്ല, അവൻ സന്താനവുമായിട്ടില്ല. ഈ സൂറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല അഥവാ പിതാവായിട്ടില്ല. വലം യൂലദ്, അവൻ ജനിച്ചിട്ടുമില്ല അഥവാ സന്താനമായിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലൈസ ലഹു വാലിദുൻ വലാ വലദുൻ, അവന് ഉപ്പയില്ല സന്താനവുമില്ല, പിതാവുമില്ല മകനുമില്ല, വലാ സ്വഹിബ, അങ്ങനെ പറയാൻ ഒരു കൂട്ടുകാരനും ഇല്ല, ഒരു പങ്കാളിയും ഇല്ലാത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, പലപ്പോഴും ഈ സത്യത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന, പിഴച്ച വാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ധാരാളം വിഭാഗങ്ങളെ നാം കാണുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? വഖാലു ഇത്തഖദല്ലാഹു വലദാ, അവർ പറയുകയാണ് അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ടെന്ന്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, അവർ ഗുരുതരമായ ഒരു കാര്യമാണ് ആരോപിച്ചിട്ടുള്ളത്. അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വാദമില്ലേ, ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, അത് ഗുരുതരമായ വാചകമാണ്, ഗൗരവമുള്ള വാദഗതിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എത്രത്തോളം ഗൗരവമുണ്ട് അല്ലാഹുവിന് സന്താനമുണ്ട് എന്നും ദൈവപുത്രനുണ്ട് എന്നും പറയുന്നവർ പറയുന്ന വാചകത്തിൻ്റെ ഗൗരവം എത്രയാണ്. അല്ലാഹു പറയുകയാണ്, തകാദുസ് സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ. സഹോദരങ്ങൾ, ആ മൂന്ന് വാചകം നോക്കി നിങ്ങൾ. അല്ലാഹു പറയാണ് തകാദുസ് സമാവാതു യതഫത്തർന മിൻഹു, അത് നിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിരളാനായിരിക്കുന്നു, പൊട്ടിത്തകരാനായിരിക്കുന്നു. വതൻഷഖുൽ അർളു, ഭൂമി വിണ്ടുകീറാനായിരിക്കുന്നു. വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകാനായിരിക്കുന്നു. അൻദഉ ലിർറഹ്മാനി വലദാ, റഹ്മാനായ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറയുക വഴി ആകാശം തകരുന്ന, ഭൂമി വിണ്ടുകീറുന്ന, പർവ്വതങ്ങൾ തകർന്നു പോകുന്ന ഗുരുതരമായ വാചകമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറയാണ്, ഒരിക്കലും ഏകനായ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അവന് യോജിക്കുക പോലുമില്ല. അള്ളാഹു പറഞ്ഞു, വമാ യംബഗീ ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ, അള്ളാഹുവിന് സന്താനത്തെ സ്വീകരിക്കുക എന്നത് ഒരിക്കലും യോജിച്ചതല്ല. അങ്ങനെ ഒരിക്കലും യോജിക്കാത്തൊരു വാദം അള്ളാഹുവിൻ്റെ പേരിൽ പറയുക എന്നത് അവനെ വേദനിപ്പിക്കുന്ന വാദമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അഹദുൻ അസ്ബറു അലാ അദാ സമിഅഹു മിനല്ലാഹ്, അള്ളാഹുവിനേക്കാളും ഒരാൾക്ക് വേദനിപ്പിച്ചിട്ട് ക്ഷമിക്കുന്നവൻ വേറെയില്ല. യദ്ദഊന ലഹുൽ വലദ്, അവന് സന്താനമുണ്ട് എന്ന അവനെ വേദനിപ്പിക്കുന്ന വാദം ജനങ്ങൾ പറയുന്നു. സുമ്മ യുആഫീഹിം വയർസുഖുഹും, എന്നിട്ടും അവർക്കും ആഫിയത്തും റിസ്ക്കും അല്ലാഹു കൊടുക്കുന്നു. അള്ളാഹുവിന് സന്താനമുണ്ട് എന്നവർ പറയുന്നു, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞ് അവനെ വേദനിപ്പിക്കുന്നു, എന്നിട്ടും അവർക്ക് അവൻ ഉപജീവനം നൽകുന്നു. വല്ലാത്തൊരു സബൂറാണ് അള്ളാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം എന്നറിയോ? റസൂലുള്ള പറയാണ്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, കദ്ദബനി ബിനു ആദം വലം യകുൽ ലഹു ദാലിക്, മനുഷ്യൻ എന്നെ നിഷേധിക്കുന്നുണ്ട്, അതവൻ ചെയ്യാൻ പാടില്ലായിരുന്നു. വശതമനി ബിനു ആദം വലം യകുൽ ലഹു ദാലിക്, മനുഷ്യൻ എന്നെ ചീത്ത പറയുന്നുണ്ട്, അതവൻ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നു. അള്ളാഹു സൃഷ്ടിച്ചിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവൻ ഉണ്ടാവുകയില്ല, പരലോകം എന്നൊരു ലോകമില്ല എന്ന് പറയുന്നത് അള്ളാഹുവിനെ നിഷേധിക്കുന്നത് പോലെയാണ്. അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറയൽ അള്ളാഹുവിനെ ചീത്ത പറയുന്നതിന് പോലെയാണ്, അതിന് തുല്യമാണ് എന്ന്
തുടർന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പ്രധാനമായും 3 വിഭാഗം ആളുകളാണ് അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന ഈ ഗുരുതരമായ വാദം പറഞ്ഞവർ. ഒന്ന്, ജൂതന്മാർ അള്ളാഹുവിൻ്റെ പുത്രനാണ് ഉസൈർ അലൈഹിസ്സലാം എന്ന് വാദിച്ചപ്പോൾ, ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് ക്രിസ്ത്യാനികൾ വാദിച്ചപ്പോൾ, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വാദിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, വഖാലത്തിൽ യഹൂദ് ഉസൈർ ബിനുല്ലാഹ്. വഖാലത്തിൽ യഹൂദ്, ജൂതന്മാർ പറയുകയാണ് ഉസൈർ ബിനുല്ലാഹ്, ഉസൈർ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സന്താനമാണെന്ന്. വഖാലത്തിൻ നസ്വാറ, ക്രിസ്ത്യാനികൾ പറയുകയാണ് അൽ മസീഹ് ബിനുല്ലാഹ്, ഈസ അലൈഹിസ്സലാം യേശു അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന്. ക്രിസ്ത്യാനികളും പറയുകയാണ് ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം, അതവരുടെ വായ കൊണ്ട് പറയുക മാത്രമാണ്, തെളിവില്ലാതെ പറയുകയാണ്, വാദിച്ചു പറയുകയാണ്, തെളിവില്ലാതെ പറയുകയാണ്. അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ ആ കാര്യം കൃത്യമായി സൂറത്തു തൗബയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. മക്കാ മുശ്രിക്കുകളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു 16-ാം അധ്യായം 57-ാമത്തെ വചനത്തിൽ, വയജഅലൂന ലില്ലാഹിൽ ബനാത്ത്, അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്ന്, മലക്കുകളെ പെൺമക്കളാണെന്ന് അവർ വാദിക്കുകയാണ്, സ്ഥാപിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്നവർ സ്ഥാപിക്കുകയാണ്. സുബ്ഹാനഹു, അവനെത്ര പരിശുദ്ധനാണ്. വലഹും മാ യശ്തഹൂൻ, അവർക്കിഷ്ടമുള്ള ആൺമക്കൾ അവരുടേതാണെന്നും പറയുന്നു. അവർക്ക് ആൺമക്കൾ, അള്ളാഹുവിന് പെൺമക്കൾ, എന്നിട്ട് മലക്കുകൾ പെൺമക്കളാണ്, അള്ളാഹുവിൻ്റെ മക്കളാണ് എന്ന് അവർ വാദിക്കുന്നു. സുബ്ഹാന, അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം ഇത്തരം വാദം പറയുന്നവർക്ക് കനത്ത താക്കീത് നൽകുക എന്നതാണ്, അവരെ അടിച്ചിരുത്തുക എന്നതാണ്, അവരുടെ ആ വാദം തിന്മയാണ് എന്ന് പഠിപ്പിക്കലാണ്. നമ്മൾ വെള്ളിയാഴ്ച പ്രത്യേകം പാരായണം ചെയ്യാൻ പഠിപ്പിച്ച അൽ കഹ്ഫ് സൂറയിൽ അല്ലാഹ് പറഞ്ഞതെന്താണ്? വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ. വയുൻദിറ, ഈ ഖുർആൻ താക്കീത് നൽകാനുള്ളതാണ്. അല്ലദീന ഖാലു, പറഞ്ഞവർക്ക്, ഇത്തഖദല്ലാഹു വലദാ, അല്ലാഹ് സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നവർക്ക് താക്കീത് നൽകാനുള്ളതാണ് ഖുർആൻ. അല്ലാഹ് സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നവർക്ക് കനത്ത താക്കീതാണ് ഈ ഖുർആനിക വചനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, സഹോദരങ്ങളെ, ആ ഒരു വാദത്തിന് ഒരു തെളിവുമില്ല എന്നതാണ്. ഖുർആൻ പറഞ്ഞു, മാ ലഹും ബിഹി മിൻ ഇൽമ് വലാ ലിആബാഇഹിം, അവർക്കോ അവരുടെ പിതാക്കൾക്കോ അവരുടെ പൂർവികർക്കോ അതിന് യാതൊരു തെളിവുമില്ല. അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന് പറയാൻ അവർക്കൊരിക്കലും സാധിക്കുകയില്ല. കബുറത്ത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. അല്ലാഹ് പറയാണ്, കബുറത്ത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ആ വാദമില്ലേ, അത് ഗുരുതരമായ വാദമാണ്, അപകടകരമായ വാദമാണ്. ഇൻ യഖൂലൂന ഇല്ലാ കദിബാ, അവർ നുണ പറയുകയാണ്, കള്ളം പറയുകയാണ്. അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറയൽ തനിച്ച കളവാണ്, ശക്തമായ ശുദ്ധമായ കളവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ കഹ്ഫ് സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് 5-ാമത്തെ വചനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ, സഹോദരങ്ങളെ, ഇതറിയുന്ന പലരും, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന പലരും, 5 നേരം നിസ്കരിക്കുന്ന പലരും, അള്ളാഹുവിന് സന്താനമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പലരും, ഈ പിഴച്ച വാദത്തോട് രാജിയാകുന്ന, സഹകരിക്കുന്ന, അതിന് പ്രോത്സാഹനം നൽകുന്ന, അതിൻ്റെ ആളുകൾക്ക് ആശംസകൾ നേരുന്ന വളരെ ഗുരുതരമായ തിന്മകൾ നമ്മൾ ഇന്ന് കാണുകയാണ്. അത്തരം വാദക്കാരുടെ മതചിഹ്നങ്ങളും അവരുടെ നക്ഷത്രങ്ങളും സ്വന്തം വീട്ടിലും കടയിലും സ്ഥാപനത്തിലും തൂക്കിയിടുന്ന മുസ്ലിമിനെ നാം ഇന്ന് കാണുകയാണ്. അള്ളാഹുവിന് സന്താനമുണ്ടായ ദിവസം എന്ന് അവർ വിശ്വസിക്കുന്ന ദിവസം അവർ ചെയ്യുന്നത് പോലുള്ള ആഘോഷങ്ങൾ, അവർ പാടുന്നത് പോലുള്ള പാട്ടുകൾ, അതിനുവേണ്ടി ലൈക്കടിച്ച്, അതിന് കേക്ക് മുറിച്ച്, അതിനാശംസകൾ നേർന്ന്, അതിന് സന്ദേശങ്ങൾ കൈമാറുന്ന, അവരുടെ ആരാധനകളോട് സാദൃശ്യം പുലർത്തുന്ന, അതിലേറെ മറികടക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നാം ഇന്ന് കാണുകയാണ്. അവർ ധരിക്കുന്ന അതേ നിറത്തിലുള്ള വസ്ത്രം, അതേ രൂപത്തിലുള്ള വസ്ത്രം, അതേ രൂപത്തിലുള്ള കുപ്പായം, അതേ രൂപത്തിലുള്ള തൊപ്പി ധരിച്ചുകൊണ്ട് ആടുന്ന ചാടുന്ന മുസ്ലിമിനെ നാം ഇന്ന് കാണുകയാണ്. മുസ്ലിമേ, നിനക്കെന്താണ് പറ്റിയത്? സ്വന്തത്തോട് ചോദിക്കേണ്ടേ നമ്മൾ? ഒരുപക്ഷെ അവൻ്റെ പേര് മുഹമ്മദാണ്, അബ്ദുള്ളയാണ്, അബൂബക്കറാണ്, മുഹ്സിനാണ്, സ്വാലിഹാണ്, മറിയമാണ്, ആയിഷയാണ്, ഖദീജയാണ്.
പക്ഷേ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പോലും അവൻ്റെ ജീവിതം എതിരാണ്. സൂറത്തുൽ ഇഖ്ലാസിന് പോലും അവൻ്റെ ജീവിതം എതിരാണ്. ആയിക്കൂട വിശ്വാസികളെ, ഞാനും നിങ്ങളും ഒരിക്കലും ഇങ്ങനെ ആയിക്കൂടാ. പൊതുബോധത്തിൻ്റെ പേര് പറഞ്ഞ് മതബോധം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഒരു മുസ്ലിമിനും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. താളത്തിനനുസരിച്ച് തുള്ളേണ്ടവരല്ല നമ്മൾ, കാലത്തിനനുസരിച്ച് കോലം കെട്ടേണ്ടവരല്ല നമ്മൾ, ഒഴുക്കിനനുസരിച്ച് നീന്തിപ്പോകേണ്ടുന്ന പൊങ്ങുതടികളല്ല നമ്മൾ. നമ്മൾ നിലപാടുള്ളവരാണ്, ആദർശബോധമുള്ളവരാണ്, നിലപാട് നഷ്ടപ്പെടാൻ പാടില്ലാത്തവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും കാണുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതാണ്. റസൂലുള്ള പറഞ്ഞു, ലതത്തബിഅന്ന സനന മിൻ ഖബലക്കും ശിബറൻ ബിശിബിരിൻ വദിറാഅൻ വദിറാ. റസൂലുള്ള പറയാണ്, ഈ ഉമ്മത്ത് മുൻഗാമികളെ, മുൻ തലമുറകളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന അവസ്ഥ വരും. അവർ ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ എന്തിനാണെന്ന് പോലും അറിയാതെ അതിൻ്റെ പിന്നാലെ അവരും അങ്ങ് പ്രവേശിക്കും. സ്വഹാബത്ത് ചോദിച്ചു, റസൂൽ, അങ്ങ് ജൂതന്മാരെയാണോ ലക്ഷ്യം വെച്ചത്? അങ്ങ് ക്രിസ്ത്യാനികളെയാണോ ഉദ്ദേശിച്ചത്? തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഫമൻ, അല്ലാതെ ആരെയാണ് ഈ ഉമ്മത്ത് പിൻപറ്റുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, വിഷയത്തിൻ്റെ ഗൗരവം നമുക്കൊരിക്കലും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് അത്തരം ആചാരങ്ങളോട്, അത്തരം അനുഷ്ഠാനങ്ങളോട് ഒരു സാദൃശ്യം പുലർത്തുന്ന ഒന്നും നമ്മളിലുണ്ടാകാൻ പാടില്ല. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരാൾ ഒരു വിഭാഗത്തോട് സാദൃശ്യം പുലർത്തിയാൽ അവനും അവരിൽപ്പെട്ടവനാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സ്വഹാബത്ത് പറഞ്ഞു, താബിഉകൾ പറഞ്ഞു, മുൻഗാമികൾ പറഞ്ഞു, വഫി ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ യഖൂലു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പഠിപ്പിക്കുന്നത്, മൻ തശബ്ബഹ ബിഖൗമിൻ, ആ വിഭാഗത്തെ സാദൃശ്യമുയർത്തിയാൽ എന്ന് പറഞ്ഞാൽ, ഇത്തബഅഹും ഫി അഫ്ആലിഹിം ഔ അഖ്വാലിഹിം ഔ ലിബാസിഹിം വആദാതിഹിം, അവരുടെ ആചാരങ്ങളോട്, അവർ ചെയ്യുന്ന പതിവുകളോട്, അവരുടെ വസ്ത്രധാരണത്തോട്, അവരുടെ രൂപങ്ങളോട് ആരെങ്കിലും പിൻപറ്റി സാദൃശ്യം പുലർത്തിയാൽ, കമ അക്കലിഹി വമശ്റബിഹി, അവർ തിന്നുന്നത് പോലുള്ള കേക്ക്, അവർ കുടിക്കുന്നത് പോലുള്ള ജ്യൂസ്, അന്ന് അവർ ആരാധനയ്ക്ക് വേണ്ടി, ആഘോഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച്, വഹൈആതിഹി, അവർ സ്വീകരിക്കുന്ന രൂപങ്ങളും കോലങ്ങളും സ്വീകരിച്ചുകൊണ്ടാണെങ്കിൽ, ഫഹുവ മിൻഹും, അവരും അവരിൽപ്പെട്ടു പോകുമെന്ന് പറഞ്ഞാൽ, ഹുക്കുമുഹും, അവൻക്ക് കിട്ടുന്ന വിധി തന്നെയാണ് അവരുടെയും വിധി. വഇൻ കാനൂ അഹ്ല ഫിസ്കിൻ ഔ കുഫ്രിൻ അസ്ബഹ മിൻഹും, അവർ ശിർക്കിൻ്റെയും കുഫറിൻ്റെയും ഖുറാഫത്തിൻ്റെയും ആളുകളാണെങ്കിൽ ഇവനെയും അവരിലാണ് എണ്ണുക, പരിഗണിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി സലഫുകൾ പറഞ്ഞു, അത്തഹ്ദീറു മിന തശബ്ബുഹി ബി അഹ്ലിൽ കുഫ്രി വൽ ഫുസൂഖി വൽ ഇസ്യാൻ, കുഫറിൻ്റെയും ഫുസൂക്കിൻ്റെയും ഇസ്യാനിൻ്റെയും ആളുകളോട് ആ നിലക്ക് സാദൃശ്യപ്പെടാൻ പാടില്ല എന്ന താക്കീതാണ്, ഭീഷണിയാണ് ഈ ഹദീസിലുള്ളത് എന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ പല ന്യായങ്ങളുമായി പല ആളുകളും വരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ന്യായങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്ന്, നമ്മൾ പഴയ കാലത്തല്ല, കാലമൊക്കെ മാറിയിട്ടുണ്ട്, സന്ദർഭങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്, ഇത് പഴയ കാലമല്ല, ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കൂ, നമ്മുടെ ചെറുപ്പകാലം പോലെയല്ല, ഇപ്പോഴത്തെ മക്കൾക്ക് ഇതൊന്നുമില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് ഏതൊരു തിന്മക്കും കാലത്തെ ചീത്ത പറയുന്ന, ഈ കാലഘട്ടത്തിൻ്റെ കുഴപ്പമാണ് എന്ന് പഴി പറയുന്ന പലരെയും നമ്മൾ കാണാറുണ്ട്. ഒരു കാലത്തിനും ഒരു മോശവുമില്ല. ഓരോ കാലഘട്ടത്തിൽ വരുന്ന മനുഷ്യരുടെ നിലപാടാണ് പ്രശ്നം, മനുഷ്യരുടെ ആദർശമാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ ആദർശം ഇസ്ലാമികമാക്കി മാറ്റാൻ ശ്രമിക്കുക എന്നല്ലാതെ കാലത്തെ ചീത്ത പറയൽ അള്ളാഹുവിനെ ചീത്ത പറയലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു ന്യായമായി പറയാറുള്ളത്, ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ, അതെങ്ങനെ തെറ്റാകും? ചെയ്യാത്ത ആളുകൾ നിങ്ങളൊക്കെ തന്നെയുള്ളൂ, എല്ലാവരും ഇതിനോട് സഹകരിക്കുന്നുണ്ടല്ലോ, എല്ലാവരും അങ്ങനെയാണല്ലോ, പിന്നെ എങ്ങനെ അത് തെറ്റാകും? കുറേ ആളുകൾ അത് ചെയ്യുന്നവരാണല്ലോ എന്ന് പറയുന്ന ആളുകളെ നാം കാണാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു, കുൽ നബിയെ അങ്ങ് പറയണം, ലാ യസ്തവിൽ ഖബീസ് വത്വയ്യിബ്, ലാ യസ്തവിൽ ഖബീസ് വത്വയ്യിബ്, നന്മയും തിന്മയും, ചീത്തയും നല്ലതും ഒരിക്കലും സമമാവുകയില്ല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, ചീത്തയുടെ ആളുകൾ അധികമുണ്ട് എന്നത് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും, തിന്മക്കാണല്ലോ കൂടുതൽ ആളുകൾ എന്നതുകൊണ്ട് അത് തിന്മയാകുമോ? അത് നന്മയായി മാറുമോ? ഒരിക്കലുമില്ല. തിന്മക്കാണ് കൂടുതൽ ആളുകൾ എന്നത് ഒരിക്കലും അത് നന്മയാണ് എന്ന് മനസ്സിലാക്കാൻ കാരണമാകരുത്. ഫത്തഖുല്ലാ,
അല്ലാഹുവിനെ സൂക്ഷിച്ചോ. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിലേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 100-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമത് പറയാറുള്ള ഒരു ന്യായം, തെറ്റാണ് എന്നൊക്കെ അറിയാം, അത് മോശമാണ് എന്നൊക്കെ അറിയാം, പക്ഷേ എല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ മാത്രം എങ്ങനെ മാറി നിൽക്കും? എൻ്റെ മകനെ മാത്രം എങ്ങനെ പറഞ്ഞേക്കാതിരിക്കും? എൻ്റെ മോൾക്ക് മാത്രം എങ്ങനെ ആ വസ്ത്രം വാങ്ങിക്കൊടുക്കാതിരിക്കും? എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുകയല്ലാതെ എന്ത് ചെയ്യും? റബ്ബിൻ്റെ മുന്നിൽ പറയാൻ പറ്റുന്ന ന്യായമാണോ ഇത്? നാളെ പരലോകത്ത് സ്വർഗാവകാശികളും നരകാവകാശികളും തമ്മിലുള്ള സംഭാഷണമുണ്ട്. ഫീ ജന്നാതി യതസാഅലൂൻ, ആ സ്വർഗത്തിലുള്ള ആളുകൾ ഇങ്ങനെ ചോദിക്കുകയാണ്, അനിൽ മുജ്രിമീൻ, കുറ്റവാളികളെ സംബന്ധിച്ച്, മാ സലകകും ഫീ സഖർ, നിങ്ങൾ എങ്ങനെയാണ് ഈ നരകത്തിൽ പ്രവേശിച്ചത്? നിങ്ങൾ എങ്ങനെയാണ് ആളിക്കത്തുന്ന ഈ സഖർ എന്ന് പറയുന്ന നരകത്തിലെത്തിയത്? അവർ പറയും, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുമായിരുന്നില്ല, വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നില്ല, വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ, ഞങ്ങൾ തിന്മയിൽ മുഴുകുന്നവരോടൊപ്പം മുഴുകുകയായിരുന്നു ചെയ്തിരുന്നത്, വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഞങ്ങൾ പരലോക ദിവനത്തെ നിഷേധിക്കുകയാണ് ചെയ്തത്. പണ്ഡിതന്മാർ അത്ഭുതകരമായൊരു വിശദീകരണം ഈ ആയത്തുകൾക്ക് കൊടുത്തു. എന്താണെന്നറിയോ? അതൊരു ക്രമമാണ്. എന്ത്? ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല. ഇനി രണ്ടാമത്തത് എന്താണെന്നറിയോ? ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നില്ല. മൂന്നാമത്തത് എന്താണെന്നറിയോ? തിന്മ ചെയ്യുന്നവരോടൊപ്പം ഞങ്ങൾ മുഴുകുമായിരുന്നു. നാലാമത്തത് എന്താണെന്നറിയോ? ഞങ്ങൾ പരലോകത്തെ നിഷേധിക്കുമായിരുന്നു. ഇതൊരു ക്രമമാണ്. ആദ്യം ഒരാൾ നിസ്കാരം ഉപേക്ഷിക്കും, പിന്നെ അവൻ പാവങ്ങളെ സഹായിക്കാതെയാകും, പിന്നെ അവൻ തിന്മയിൽ മുഴുകുന്നവരോടൊപ്പം മുഴുകാൻ തുടങ്ങും, പിന്നെ അവന് പരലോകത്തെ തന്നെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. നഊദു ബില്ലാഹ്, അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹു തിന്മയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അവർ പറയുമത്രേ, ഹത്താ അതാനൽ യഖീൻ, മരണം വരെ ഞങ്ങൾ അങ്ങനെ ജീവിച്ചു പോയി, എല്ലാവരും ചെയ്തപ്പോൾ ഞങ്ങളും അങ്ങനെ ചെയ്തു പോയി എന്ന ദുരന്തം വിശ്വാസികളെ നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് സന്താനമുണ്ടെന്ന വാദം ഇസ്ലാമിക ദൃഷ്ട്യാ പിഴച്ച വാദമാണെന്നും, ഒരു വേള അള്ളാഹുവിനെ വേദനിപ്പിക്കുന്ന വാദഗതിയാണെന്നും, ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളുമൊക്കെ തകർന്നു പോകാൻ മാത്രം ഗുരുതരമായ വാദഗതിയാണെന്നും, അതുകൊണ്ട് തന്നെ അത്തരം വാദഗതികളോട് സഹകരിക്കാൻ പാടില്ല എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. ഇതൊന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തോടോ വ്യക്തികളോടോ ഉള്ള വ്യക്തിപരമായ വെറുപ്പോ വിദ്വേഷമോ പകയോ ഒന്നുമല്ല, മറിച്ച് ആദർശപരമായ വ്യതിരക്തതയും മതപരമായ വിയോജിപ്പുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അയൽവാസിയോട് ഒരു നിലക്കും സഹകരിക്കരുത് എന്നോ അവൻ്റെ മതവും ജാതിയും ആദർശവും നോക്കണമെന്നോ ഒന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷേ ആദർശപരമായ ഒരു കാര്യത്തിൽ, മതപരമായൊരു വിഷയത്തിൽ തൻ്റെ ഐഡൻറ്റിറ്റി, വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണമെന്നത് ഇസ്ലാം കണിശമായി പറയുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, 2024 വർഷത്തിൽ ഹജ്ജിന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു ഹജ്ജ് ചെയ്യാൻ സാധിക്കണം എന്നത് അവനൊരു ആഗ്രഹമായി, ഒരു താല്പര്യമായി, ഒരു പ്രാർത്ഥനയായി വരേണ്ടുന്ന ഒരു കാര്യമാണ്. എനിക്കൊന്നും ഒരിക്കലും ഹജ്ജ് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുകയല്ല, മറിച്ച് അതിനുള്ളൊരു പരിശ്രമവും അതിനുള്ള അധ്വാനവും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്കതിന് സാധിക്കണം എന്ന താല്പര്യവും വിശ്വാസികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. ദിവസവും നിർവഹിക്കേണ്ടുന്ന ആരാധനയാണ് നിസ്കാരമെങ്കിൽ, വർഷത്തിലൊരിക്കൽ നിർബന്ധമായ കർമ്മമാണ് സക്കാത്തും നോമ്പുമെങ്കിൽ, ജീവിതത്തിലൊരിക്കൽ നിർബന്ധമായ കർമ്മമാണ് ഹജ്ജും ഉംറയും. അതിനുള്ള കഴിവും സൗകര്യവും ആരോഗ്യവും സാമ്പത്തികമായ ശേഷിയുമൊക്കെയുള്ള ആളുകൾ ആ കർമ്മം നിർവഹിക്കുക തന്നെ ചെയ്യണമെന്നും,
ഇസ്ലാം പടുത്തുയർത്തിയ പഞ്ചസ്തംഭങ്ങളിൽ ഒന്ന് ഹജ്ജാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സക്കാ വ സൗമി റമളാൻ വൽ ഹജ്ജ്. റസൂലുള്ളാഹ് പറയാണ്, ഷഹാദത്ത് കലിമയും നിസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജുമാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള സ്തംഭങ്ങൾ എന്ന് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം റസൂലുള്ളാഹ് പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ്, ഹജ്ജ് നിങ്ങളുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫഹുജ്ജു, അതുകൊണ്ട് നിങ്ങൾ അതിന് ശ്രമിക്കണം, നിങ്ങൾ ഹജ്ജ് ചെയ്യണം എന്ന് തിരുദൂതർ പഠിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഹാബികളെ വിളിച്ചുകൂട്ടി പറയുമായിരുന്നു, മൻ അറാദൽ ഹജ്ജ് ഫൽയുഅജ്ജിൽ, നിങ്ങളെ ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വേഗത്തിലാക്കിക്കൊള്ളുക, പിന്നീടാകാം, പ്രായമായിട്ടാകാം എന്ന നിലക്ക് നീട്ടിവെക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഫഇന്ന അഹദക്കും ലാ യദ്രി മാ യുഅരിദു ലഹു, കാരണം ഇപ്പോഴുള്ളതിലേറെ തടസ്സങ്ങൾ വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് വന്നേക്കാം. പല കാരണം കൊണ്ടും, ഒരുപക്ഷെ രാജ്യത്തിൻ്റെ നിയമം കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടാകാം, സാമ്പത്തികമായ ശേഷി നഷ്ടപ്പെട്ടിട്ടാകാം, തടസ്സങ്ങൾ വന്നേക്കാം. കഴിയും വിധത്തിൽ വേഗത്തിൽ നിങ്ങളത് ചെയ്യുക. സഹോദരങ്ങളെ, അല്ലാഹ് പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹ് പറയാണ്, ഇന്ന അബ്ദൻ, ഒരു അടിമ, അസ്ഹഹ്തു ലഹു ജിസ്മഹു, അവൻ്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം കൊടുത്തു, വവസ്സഅതു അലൈഹി ഫി മഈശതിഹി, അവൻ്റെ ജീവിത സൗകര്യങ്ങളിൽ ഞാൻ വിശാലത കൊടുത്തു, തംലി അലൈഹി ഖംസു അഅ്വാം, എന്നിട്ടും അവന് 5 വർഷങ്ങൾ കഴിഞ്ഞുപോയി, ലാ യഫിദു ഇലയ്യ, എന്നിലേക്ക് ഹജ്ജിന് വരാതെ, ഹജ്ജ് ചെയ്യാതെ, സാമ്പത്തിക ശേഷിയും ശാരീരിക ക്ഷമതയും ഉണ്ടായിട്ട് 5 വർഷം വെറുതെ നഷ്ടപ്പെടുത്തിയാൽ ലമഹ്റൂം, അവൻ ഒരുപാട് നന്മകൾ നഷ്ടപ്പെട്ടവൻ തന്നെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ബിൽഡിങ്ങുകളുള്ള, ബിസിനസ് വിജയിച്ച, സാമ്പത്തിക ശേഷിയുള്ള, ആരോഗ്യമുള്ള ആളുകൾ നീട്ടിവെക്കാതെ ചെയ്യേണ്ട കർമ്മമാണ് ഹജ്ജ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാത്ത ആളുകളും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ ലാ യുഹജ്ജുൽ ബൈത്ത്, അന്ത്യദിനം സംഭവിക്കുകയില്ല ഹജ്ജിന് ആളുകൾ വരാത്ത കാലം വരാതെ. സൗകര്യമുണ്ട് എന്നിട്ടും ഹജ്ജിന് വരാതിരിക്കുക എന്നത് വലിയ തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ എല്ലാ പാപങ്ങളും പുറത്തു തരണം റഹ്മാനെ. അറിവില്ലായ്മ കൊണ്ടോ, പ്രായത്തിൻ്റെ പ്രസരിപ്പ് കൊണ്ടോ, വിവേകത്തിൻ്റെ കുറവ് കൊണ്ടോ, സന്ദർഭത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ, സാഹചര്യത്തിന് അടിമപ്പെട്ടോ ഒക്കെ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. പാപികളാണ് ഞങ്ങൾ, പുറത്തു തരണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.